സന്ധ്യ ആയപ്പോഴേ ആന വന്ന് എല്ലായിടത്തും തകർക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം എല്ലാവരും ഇവിടുന്ന് തന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ബിജു ഒന്ന് ഓടിക്ക്, ആന വന്നിട്ടുണ്ടോ ഒന്ന് ഓടിക്കാൻ വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നെ വിളിച്ചടി ആന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇറങ്ങി റോഡിൽ വരെ പോയത്. രണ്ടുപേരും കൂടെ റോഡിൽ വരെ പോയി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പോകണ്ട, എല്ലാവരും നമ്മളെ വിളിച്ച് പറയുള്ളൂ, ആർക്കും പോകാനും വയ്യ, നാശം കാണിച്ചു പോകണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് തിരിച്ചിവിടെ വന്നേച്ച് പിന്നെയും പോയതാണ്. അത് നമ്മളോട്ട് അയ്യത്തോട്ട് വരുന്നെന്നും പറഞ്ഞു തെങ്ങ് പെടുത്തുന്ന കേട്ടാനും പോയി ആ വഴി വരെ പോയുള്ളൂ. അവിടെ വരെ ചെന്നപ്പോഴത്തേന് അത് ലൈറ്റടി കണ്ടപ്പോഴത്തേന് ആ ലൈറ്റിന് നേരെ വന്ന് കളഞ്ഞു. നേരെ വന്നിട്ട് അന്നേരം ഒന്ന് ചിഹ്നം വിളിച്ചായിരുന്നു. എന്നുവെച്ചാൽ കാടായതുകൊണ്ട് ഓടി മാറാൻ പറ്റിയില്ല. വന്ന് പുറമോട്ട് വന്നപ്പോഴത്തേന് ഇത് എളുപ്പത്തിൽ വന്ന് എറമ്പിലോട്ട് വരുന്ന കണ്ടപ്പോഴത്തേന് ഞാൻ ആ വഴി നിൽക്കുമായിരുന്നു. ഞാൻ ഓടി ഇങ്ങ് മാറി. ഞാൻ ഇങ്ങോട്ട് പോരുന്ന അത്രയും ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേന് ആനനെ കണ്ടില്ല. അപ്പോൾ ആനക്കൊന്നുമില്ല. എടുത്തത് നിലത്തടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ കിടന്ന് 2 പ്രാവശ്യം കൂടി ചിഹ്നം വിളിച്ചു. പിന്നെ ആനക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ ലൈറ്റും എടുത്തോണ്ട് എന്ന് വിളിച്ചിട്ടെങ്ങും ആനക്കങ്ങ് പിന്നെ അയലൊക്കെക്കാരെ വിളിച്ചു. അയലൊക്കെക്കാർ വന്നപ്പോഴത്തേന് അവർ വരുന്നത് കണ്ടോണ്ടാണ് ഞാൻ പോയത്. ഇത്രയും രാത്രി ആയില്ലേ, ഈ ആന ഇനി ഇവിടെ അങ്ങനെ നിൽപ്പുണ്ടോയെന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ലൈറ്റും കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും വഴിയിക്കണേ അപ്പോഴത്തേനും മരിച്ചു. നേരെ തന്നെ കിടക്കുമായിരുന്നു. കൈ ഇങ്ങനെ വടിച്ചാന്നോ കൈ ഇങ്ങനെ ഒടിഞ്ഞ് ഇവിടം കൊണ്ട് തൂങ്ങി കിടപ്പുണ്ട്. പിന്നെ നെറ്റിക്ക് ഇച്ചിരി മുറിവുണ്ട്, കാലിന് ശരീരത്തിൽ മുറിവുണ്ട്. പിന്നെ ഇനി നെഞ്ചത്ത് വല്ലതും ചവിട്ടിയതാണോന്ന് അറിയത്തില്ല. ഇങ്ങനെ വയറിന് പാടുണ്ട്. ചവിട്ടിയോന്നും അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരെ ഉള്ളായിരുന്നു. മോൻ എറണാകുളം വരെ പോയിക്കുമായിരുന്നു. മോൻ ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെ ഉള്ളായിരുന്നു. 60 വർഷത്തോളമായി ഇവിടെ താമസമായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 31 വർഷത്തോളമായി. എല്ലാവരും പോയി. ഇവിടുത്തെ ഈ ശല്യം കാരണം എല്ലാവരും ഇറങ്ങിപ്പോയി. എനിക്ക് 3 മാസം ഒരറ്റായിക്കൊക്കെ വന്നിച്ചിരിക്കുമായിരുന്നു. അത് കാരണം എനിക്കിവിടുന്ന് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും വാടകയ്ക്ക് പോകാൻ തന്നെ ഉള്ളത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇവിടെ തന്നെ ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. എന്നാൽ എവിടെയെങ്കിലും വാടകയ്ക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ നോക്കിയായിരുന്നു. അന്നേരം ഈ ശല്യം കാണാൻ തിരിച്ചു വരുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല എന്നും പറഞ്ഞാണ് പോകാതിരുന്നത്.